അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്ത് തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലും ഇൻഷാ അല്ലാഹ് ബർക്കത്തിലും ഒക്കെ ആക്കി തരട്ടെ. അൽഹംദുലില്ലാ, ഈ ഒരു മഗ്‌രിബിക്ക് ശേഷം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പുതിയ വർഷത്തിലെ ആദ്യ മാസത്തിലെ മുഹറമായ അതിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവിലേക്കാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ മുഹറമിലെ ആദ്യ വെള്ളിയാഴ്ച രാവ്, നമ്മുടെ പുതിയൊരു വർഷത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ്. ശരിക്കും നമുക്കറിയാം, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം സുപ്പീരിയർ ആയിട്ടുള്ള, വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസവും അതുപോലെ തന്നെ പകലും അതുപോലെ രാവൊക്കെയാണല്ലേ നമുക്കറിയാം. സ്വലാത്തുകൾക്ക് വളരെയധികം എന്താ പറയുക, മുഅക്കദായ സുന്നത്തുള്ള ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട സമയങ്ങളാണ്. നമ്മുടെ ദുആക്കൊക്കെ പ്രധാനമായിട്ട് പഠിച്ച റബ്ബ് ഇജാബത്ത് തരുന്ന സമയങ്ങളാണ് വെള്ളിയാഴ്ച രാവ് പകൽ എന്നൊക്കെ പറഞ്ഞാൽ. എന്താണേലും ഈ ഒരു വീഡിയോയിലൂടെ, ചെറിയൊരു വീഡിയോയാണ്, നിങ്ങൾക്ക് ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാം. സ്പെഷ്യലായിട്ടുള്ളൊരു സ്വലാത്ത്, നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് തന്നെയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, ഫലങ്ങൾ കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്വലാത്ത് തന്നെയാണ്. എന്താണെങ്കിലും ഈ സ്വലാത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുകയാണ്, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു പുണ്യ രാവിലെ കഴിയുന്നത്ര ഈ സ്വലാത്ത് ചൊല്ലി പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയാം, അതിനുള്ള പരിഹാരം പടച്ചോനോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് പടച്ചോന് ഉറപ്പായിട്ടും ഉത്തരം തരും, യാതൊരു ഡൗട്ടും വേണ്ട. ശരിക്കും നമ്മൾ ഏതൊരു സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഉറപ്പായിട്ട് ഉത്തരം കിട്ടും, യാതൊരു പേടിയും വേണ്ട, യാതൊരു ബേജാറും വേണ്ട. പലരും കരുതുന്നത് അതെല്ലാതും ഒരേ മാതിരിയാണോ, ഇതെന്താ എല്ലാറ്റിനും അങ്ങനെ ഫലം കിട്ടുമോ? അങ്ങനെ ഫലം കിട്ടും, അങ്ങനെ തന്നെയാണ്. കാരണം എന്താ, ഇതൊക്കെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ഏത് ചൊല്ലി എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും അതിനൊരു പ്രത്യേക എന്താ പറയുക പരിഗണന, അതിനക്ക് പടച്ച റബ്ബ് ഇൻഷാ അല്ലാഹ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അക്സെപ്റ്റിങ്, അതിനൊരു ഖബൂലിയത്ത് തരും, യാതൊരു ഡൗട്ടും വേണ്ട. എന്താണെങ്കിലും ഇങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളെ സമയം വേസ്റ്റാക്കുന്നില്ല, നിങ്ങളെ മുഷിപ്പാക്കുന്നില്ല. സ്വലാത്ത് പറഞ്ഞുതരാം. സ്വലാത്തുൽ ഫാത്തിഹ് അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഈ സ്വലാത്ത് അറിയാത്തവരുണ്ടാവില്ലല്ലോ. നമ്മുടെ മുമ്പിൽ അടക്കപ്പെട്ട സകലമാന എന്താ പറയുക വിജയ കവാടങ്ങളും നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നു തരാൻ നമ്മളെ ഹെൽപ്പാക്കുന്ന, നമ്മളെ എയ്ഡാക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്. അടക്കപ്പെട്ട സകലമാന വിജയങ്ങളും നമുക്ക് മുമ്പിൽ മലർക്കെ തുറക്കുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്. ഇതിൽ എല്ലാം ഉണ്ട്. നമുക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ട്, എല്ലാം ഈ ഒരു സ്വലാത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? മനസ്സറിഞ്ഞിട്ട് ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ കഴിയുന്നത്ര ഇത് ചൊല്ലിയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ഡിപ്രഷനുകൾ, നമ്മുടെ സാഡ്നെസ്സുകളൊക്കെ നമ്മൾ തുറന്ന് പറയാന്നുള്ളതാണ്. പടച്ചോനെ ജോലിയില്ല, പടച്ചോനെ ഹൈറായ ജോലി തരണേ, പടച്ചോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. ഉപ്പയും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ പ്രശ്നങ്ങളെ പടച്ചോനെ ഒരു പരിഹാരിച്ച് തരണേ പടച്ചോനെ ബിസിനസ് ഭയങ്കരമായിട്ട് ഉഷാറായിട്ട് പോകിയിരുന്നു, ഇപ്പം എന്താണെന്ന് അറിയണില്ല പടച്ചോനെ, ആകെ ഡൗണാണ്, ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. പടച്ചോനെ എന്താ പ്രശ്നം നീ ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പരിഹരിച്ച് തരണേ പടച്ചോനെ. ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരണേ പടച്ചോനെ. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ഇഷ്ടം വെക്കാനുള്ള തൗഫീക്ക് തരണേ. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ഓർക്കാനുള്ള തൗഫീക്ക് തരണേ. എൻ്റെ ഹബീബിൻ്റെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചോനെ. ഇങ്ങനെ ദുന്യവിയും ഉഖ്റവിയുമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, മുറാദുകൾ, മഖ്സൂദുകൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് ദുആ ചെയ്യുക. ഫലം ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. മനസ്സിലായില്ലേ? കഴിയുന്നത്ര നമ്മൾ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളും അകറ്റട്ടെ, എല്ലാ ദുഃഖങ്ങളും നീക്കട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.